മലയാളികൾ ഒന്നടങ്കം ഇഷ്ടപ്പെട്ടിരുന്ന മിമിക്രി കലാകാരനും നടനുമായിട്ടുള്ള കലാഭവൻ നവാസ് മരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ദീർഘമായ ഇടവേളകൾക്കിടയിൽ വന്നു പോകുന്ന ഒരു നടനെന്ന നിലയിലാണ് നവാസ് ഉണ്ടായിരുന്നത്. 51 വയസ്സിനിടയിൽ ആകെ 40 സിനിമകളിൽ മാത്രമേ താരം അഭിനയിച്ചിട്ടുള്ളൂ. മിമിക്രിയും സ്റ്റേജ് ഷോയൊക്കെയായിരുന്നു മുഖ്യ തട്ടകം. കാണാൻ ഭംഗിയുള്ള ഒരു മുഖവും ഒരു നായക നടന് വേണ്ട ആകാരഭംഗിയും അത്യാവശ്യം അഭിനയിക്കാൻ കഴിയും, അതിലുപരി നന്നായി ഹാസ്യം അവതരിപ്പിക്കാൻ കെൽപ്പുള്ള നവാസ് എന്തുകൊണ്ടാണ് മുൻനിര താരമായിരുന്നില്ല എന്ന് ചോദിച്ചാൽ എല്ലാം വെട്ടിപ്പിടിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. സിനിമയ്ക്ക് പിന്നിലെ അടിയൊഴുക്കുകളും ആസൂത്രണങ്ങളും നവാസ് വിശ്വസിച്ചിരുന്നില്ല. തന്നെ തേടി വരുന്ന റോളുകൾ ഭംഗിയായി ചെയ്യുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. സിനിമയേക്കാൾ കുടുംബജീവിതത്തിനാണ് നവാസ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുത്തത് തന്നെ. നടി രഹ്നയെ വിവാഹം കഴിച്ചത് മുതൽ സിനിമാക്കാർ ആകാംക്ഷയോടെ നോക്കുന്ന ഒന്നുണ്ട്, ആ ഒരു ദാമ്പത്യം. കാരണം സിനിമയിലെ ബഹുഭൂരിപക്ഷം പ്രണയങ്ങളും വിവാഹമൊക്കെ ഒരു നൈമിഷികമായ ആകർഷണങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം മാത്രമായിരിക്കും അതിനുള്ള ആയുസ്. വിവാഹമോചനവും പരസ്യമായിട്ടുള്ള വിഴുപ്പലക്കുകളും ഏറ്റവും അധികം സംഭവിക്കുന്ന ഈ ഒരു മേഖലയിൽ 23 വർഷങ്ങൾ നീണ്ട ദാമ്പത്യത്തിന് വിരാമമിട്ട് നവാസ് കടന്നു പോകുമ്പോൾ അവശേഷിക്കുന്ന ചില ഓർമ്മ ചിത്രങ്ങളുണ്ട്. നവവധൂവരന്മാർ പോലെ അത്രയും ദൃഢവും ആഴമേറിയതായിരുന്നു രഹ്നയും നവാസ് തമ്മിലുള്ള ബന്ധമെന്ന് അടുത്ത ബന്ധുക്കൾ പറയുന്നുണ്ട്. നവാസിൻ്റെ ജീവിതത്തിൽ മറ്റൊന്നിനേക്കാൾ പ്രിയപ്പെട്ടത് രഹ്നയായിരുന്നുവെന്നും അടുത്ത പരിചയമുള്ളവരെല്ലാം ബോധ്യമാണ്. പണവും പ്രശസ്തിയും സിനിമയും സൗഹൃദങ്ങളും അംഗീകാരങ്ങളുമെല്ലാം അതിന് എത്രയോ പിന്നിലാണ്. അത്ര വലിയ ആത്മബന്ധം സൂക്ഷിക്കുന്ന കാലപ്പഴക്കത്തിൽ നിറം മങ്ങാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ബന്ധങ്ങൾ വിരളമാണ്. വഴക്കിൽ തുടങ്ങിയ പരിചയം വിവാഹത്തിലേക്ക് വളർന്ന കഥ രഹ്ന ഇടയ്ക്ക് പറഞ്ഞിരുന്നു. നവാസ് ഇല്ലാത്ത അവരുടെ ജീവിതം എത്ര സങ്കടകരമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ.